നമസ്കാരം. മനോഹരമായ ആരോഗ്യമുള്ള മുടിയാണ് ഏതൊരാളുടെയും സ്വപ്നം. എന്നാൽ പലപ്പോഴും മുടിയുടെ ഭംഗി കെടുത്തു കളയുന്ന ഒരു പ്രശ്നമാണ് മുടിയുടെ അറ്റം പിളരുന്നത് അഥവാ സ്പ്ലിറ്റ് എൻഡ്. എന്തുകൊണ്ടാണ് മുടിയുടെ അറ്റം പിളരുന്നത്, എന്താണ് ഇതിന് കാരണം, എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. മുടിയുടെ ഏറ്റവും പുറംഭാഗത്തുള്ള സംരക്ഷണ കവചമാണ് ക്യൂട്ടികൾ. ഈ ക്യൂട്ടികളിന് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ മുടിയുടെ ഉൾഭാഗത്തുള്ള കോർട്ടെക്സ് വരണ്ടു പോവുകയും ദുർബലമാവുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായി മുടിയുടെ അറ്റം രണ്ടായും അതിലധികമായും പിളർന്നു പോകുന്ന അവസ്ഥയാണ് സ്പ്ലിറ്റ് എൻഡ്. മുടിയുടെ അറ്റം പിളരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റ്നർ, ചൂട് നൽകുന്ന ഉപകരണങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് മുടിയെ വരണ്ടതാക്കുകയും ക്യൂട്ടികളിന് കേടുവരുത്തുകയും ചെയ്യും. ഇത് മുടിയുടെ അറ്റം പിളരാൻ പ്രധാന കാരണമാണ്. മുടി കളർ ചെയ്യുന്നത്, മറ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ എന്നിവ മുടിയുടെ സ്വാഭാവിക ഘടനയെ നശിപ്പിക്കുകയും ദുർബലമാക്കുകയും ചെയ്യും. ഇത് സ്പ്ലിറ്റ് എൻഡിലേക്ക് നയിക്കും. നനഞ്ഞ മുടി ശക്തിയായി തോർത്തുന്നതും ഉണങ്ങുന്നതിന് മുൻപ് ശക്തിയായി ചീകുന്നതും പഴയതും പരുക്കനുമായ ചീപ്പുകൾ ഉപയോഗിക്കുന്നതും മുടിക്ക് കേടുവരുത്തുകയും അറ്റം പിളർന്നു പോവുകയും ചെയ്യും. മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മുടി ദുർബലമാകും. പ്രോട്ടീൻ, വിറ്റാമിനുകൾ, മിനറലുകൾ എന്നിവയുടെ കുറവ് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. അമിതമായ സൂര്യപ്രകാശം, അന്തരീക്ഷ മലിനീകരണം എന്നിവ മുടിയുടെ ക്യൂട്ടികളിനെ നശിപ്പിക്കുകയും മുടിയെ വരണ്ടതാക്കുകയും ചെയ്യും. മുടിയുടെ അറ്റം കൃത്യമായി വെട്ടാതിരിക്കുന്നത് സ്പ്ലിറ്റ് എൻഡ് കൂടുതൽ വ്യാപിക്കാൻ ഇടയാക്കും. കേടുവന്ന ഭാഗം മുറിച്ചു മാറ്റുന്നതാണ് ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്ക് നല്ലത്. മുടിയിൽ ആവശ്യത്തിന് ജലാംശം ഇല്ലാത്തത് മുടിയെ എളുപ്പത്തിൽ പൊട്ടാനും അറ്റം പിളരാനും സാധ്യതയുണ്ട്. ഓരോ 1-2 മാസം കൂടുമ്പോഴും മുടിയുടെ അറ്റം വെട്ടുന്നത് സ്പ്ലിറ്റ് എൻഡ് വരുന്നത് തടയാനും മുടിയുടെ ആരോഗ്യം നിലനിർത്താനും സഹായിക്കും. ഇതിലൂടെ കേടുവന്ന ഭാഗം നീക്കം ചെയ്യപ്പെടുകയും ചെയ്യും. ഹെയർ ഡ്രയർ, സ്ട്രെയിറ്റ്നർ തുടങ്ങിയവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. മുടി ഡൈ ചെയ്യുകയും മറ്റ് കെമിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക. നനഞ്ഞ മുടി മൃദുവായി കോട്ടൺ തുണി ഉപയോഗിച്ച് ഒപ്പിയെടുക്കുക. ആഴ്ചയിൽ 1-2 തവണ ഹെയർ മാസ്കുകൾ, കണ്ടീഷണറുകൾ, ഹെയർ ഓയിലുകൾ എന്നിവ ഉപയോഗിച്ച് മുടിക്ക് ഈർപ്പം നൽകുക. ആഹാരത്തിൽ പ്രോട്ടീൻ, ബയോട്ടിൻ, ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ എന്നിവ ഉൾപ്പെടുത്തുക. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് പരമാവധി കുറയ്ക്കുക. ഒരിക്കൽ മുടിയുടെ അറ്റം പിളർന്നാൽ ആ ഭാഗം പൂർണ്ണമായി നന്നാക്കാൻ പ്രയാസമാണ്. പിളർന്ന അറ്റം മുറിച്ചു മാറ്റുക എന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. മുടിയുടെ അറ്റം പിളരുന്നത് ഒരു സാധാരണ പ്രശ്നമാണ്. എന്നാൽ ശരിയായ പരിചരണവും ശ്രദ്ധയും നൽകിയാൽ ഈ പ്രശ്നത്തെ നിയന്ത്രിക്കാനാകും. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.